ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? ഇന്ന് ചീയപ്പത്തിൻ്റെ ചീ എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചയോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കുന്നത് കേട്ടോ. കുറേ ദിവസമായിക്കണ് ഞാൻ ചീയപ്പം ഉണ്ടാക്കിയിട്ട്. എന്നാൽ പിന്നെ ഇന്ന് അതുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ വെയിലിൻ്റെ ഒരു ലക്ഷണം, മഴൻ്റെ ഒരു ലക്ഷണമൊന്നുമില്ല. ഇനി വെയിലാണെന്ന് തോന്നുന്നുണ്ട്. രാവിലെയൊക്കെ ഇതാ ചെറുതായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ മണി പ്ലാന്റ് ഒക്കെ ഞാൻ വെയിലുള്ള വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയില് നല്ലൊരു മുട്ടം പണി കിട്ടിയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മളെ വറകെട്ടിയല്ലേ, മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടോൽക്ക് അറിയുണ്ടാവും. ഇമ്മയും ഞാനും ഇമ്മ തന്നെ മെനക്കെട്ട് 2 ദിവസം മട്ടിയിട്ടിട്ടാണ് ഈ വറകെട്ടി ഈ രീതിയിലാക്കിയത് കേട്ടോ. ഞാനും കുഞ്ഞുട്ടി ആട്ടിയിട്ടാണെങ്കിൽ അതൊരു കൂമ്പാരം പോലെ ഇരിക്കാറ് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു കയമൊയായിട്ട് വെള്ളമൊക്കെ നിന്നിട്ട് അങ്ങനെ ഇരിക്കാരം. ഇമ്മ ആയതുകൊണ്ടാണ് അത് നിരപ്പായിട്ട് ആ ഒരു നല്ല വൃത്തിക്ക് ആ അട്ടി കിടക്കണത് കേട്ടോ. പക്ഷെ എന്താ സംഭവിച്ചാല് അതിന് 4 കാലുണ്ടേനു, ഒരു കാല് 2 ദിവസമായിട്ട് ഇരുന്നിക്കണ് കേട്ടോ. അപ്പോൾ വിറക് നിലത്ത് തട്ടിച്ചാണ് നിൽക്കുന്നത്. ചെതല് പിടിച്ചാല് ഏറെ പണികാരം. അന്ന് തന്നെ ചെതല് പിടിച്ച് ഞാനും ഉമ്മയും തട്ടി തട്ടി തട്ടിയാണ് ഓരോന്നും അതുപോലെ എടുത്ത് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ച് കേട്ടോ. മഴക്കാലത്ത് ഞാൻ അധികം അടുപ്പ് മൂട്ടൂലല്ലോ, അപ്പോൾ പിന്നെ മഴക്കാലം കഴിഞ്ഞിട്ട് എടുക്കാലോ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നല്ല സെറ്റപ്പിലാണ് ഉമ്മ അത് സെറ്റാക്കി തന്നത്. പക്ഷേ ഇതാ ഈ ഒരു കാലുണ്ടല്ലോ ചതിച്ചാശാനെ. ഇനിയിപ്പോ എന്താ അയച്ചക്കന്ന് വീണ്ടും പണിയെടുക്കണം. വറകൊക്കെ വലിച്ചിട്ടിട്ട് വീണ്ടും കാല് വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ഈ വറകട്ടിയാവോ അറിയില്ല. ഇമ്മ ഉണ്ടെങ്കിൽ ഇമ്മ അന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നതേനിട്ടോ. പക്ഷേ അങ്ങനെ ഞങ്ങള് ഷീറ്റൊക്കെ വലിച്ചിട്ട് 1-2 വിറക് വലിച്ചിട്ടപ്പോഴാണ് കാക്കാക്കൊരു ഐഡിയ ഉദിച്ചത്. എവിടുന്നെങ്കിലും മറ്റേ ജാക്കി കിട്ടണമെങ്കിൽ അത് വെച്ചിട്ട് അങ്ങോട്ട് പൊന്തിച്ചാൽ മതിയേനു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഓരോ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഞാനിവിടെ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് തളിച്ചിക്കണേ, റൈസ് കുക്കർക്ക് ഒന്ന് ഇറക്കിക്കട്ടെ കേട്ടോ. എന്റെ കയ്യുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. കുഞ്ഞുട്ടിന്റെ കയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പുഴു കുത്തിയിട്ടുണ്ടേനി. അപ്പൊ ഞാനതൊന്ന് പച്ചമഞ്ഞൾ അരച്ച് തേച്ച് കൊടുത്തതേനി കേട്ടോ. അതുകൊണ്ടാണ് എന്റെ കയ്യുമ്പോൾ അങ്ങനെ. മൂപ്പര് ജാക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അന്ന് ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞുട്ടീന്റെ കുടുംബങ്ങളെല്ലാരും പാടെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് വരെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുത്തച്ഛന്മാർക്കും വെളച്ചിനൊക്കെ ഉള്ള കാറിൽ അങ്ങനെ പോയതിന്. അങ്ങനെ പോണ വഴിക്കന്ന് മൂത്തച്ഛന്റെ മോന്റെ കാറ് പെട്ടെന്ന് മറ്റേ ടയറ് പഞ്ചറായിട്ടോ. അങ്ങനെ അത് മാറ്റാനും വേണ്ടിയിട്ട് ഇളച്ചൻ്റെ കാറിലുണ്ടായിന് ജാക്കി വെച്ച് പൊന്തിച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് കുഞ്ഞുട്ടിക്കും അത് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇളച്ചൻ്റെ കാർ ഇവിടെ മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ, അതിന് വന്ന് അതിന് ജാക്കിയൊക്കെ എടുത്ത് ജാക്കി വെച്ചിട്ട് പൊന്തിക്കാനാണ് പരിപാടി. വിമാനം അങ്ങട്ട്, ബസ് ഇങ്ങട്ട്. ജാക്കി വെച്ചിട്ട് വീട് പൊന്തിക്കുക, വണ്ടികൾ പൊന്തിക്കുക, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ വറകും വരെ പൊന്തിക്കണേ അത് നിങ്ങൾ ആദ്യമായിട്ടാവും വേണമെങ്കിൽ കാണാൻ പോണത്. അതിന്റെ ഇടയിൽ ഞാൻ ബാഹുബലിയായിട്ട് കല്ലൊക്കെ അവിടുന്ന് പോയിട്ട് ഒറ്റിയും എടുത്തും ഒക്കെ കയറ്റിയും ഒക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. ഓരോ തല ഇഷ്ടികയും അത് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് അപ്പുറത്തെ തല ഹോളോ ബ്രിക്സും ഒക്കെ വെച്ചിട്ട് ഒന്ന് പൊന്തിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പൊ അങ്ങനെ ഇവിടെയും പൊന്തിച്ചിട്ട് ഇവിടെ ഈ വിട്ടല്ലല്ല കരിങ്കല്ല് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പൊന്തിക്കാന്നാണ് വിചാരിക്കുന്നത്. ഒന്നായിട്ട് വലിച്ചിടണില്ല, തൽക്കാലം ഒന്ന് പൊന്തിച്ചിട്ട് ചെതല് പിടിച്ചാത്ത കോലത്തിലാക്കി എടുക്കാനാണ് പോണത്. നീക്കുട്ടി മദ്രസ ഇട്ടാ നിക്കണേ, എന്താ ഈ നടക്കുന്നത് എന്നോട് പെരീത വല്ല പണിക്കുവാണെങ്കിൽ പറഞ്ഞു നോക്കി, അത് ഏത് വിധേന എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. പക്ഷെ പുറം പണിക്ക് 5 ദിവസമൊക്കെ ഞാൻ പറ്റൂല. ആ കല്ല് അങ്ങനെ വെക്കൂ ഇങ്ങനെ വെക്കൂ എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് മൂപ്പരന്നെ വന്ന് വെച്ചെറിഞ്ഞു. സംഗതി സക്സസ് ആകുമോ എന്നൊരു പേടി ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മറകുമ്പരൊക്കെ ജാക്കി വെച്ച് പൊന്തിച്ചിട്ടേ ഞങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്ത എന്താ വെച്ചാല്, ഇങ്ങക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് ഇതേപോലെ ഒരു പെടലി പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചോണ്ടിട്ടോ, ഇന്നെ ഓർത്ത് വെച്ചോളി. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുമോ, നമ്മള് ഈ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ വരും കേട്ടോ. ആയിക്കോട്ടെ ഞങ്ങൾക്ക് കിട്ടി രാവിലെ. അപ്പുറത്തെ തല കല്ലൊക്കെ വെച്ച് വന്നപ്പോ ഇപ്പുറത്തെ കല്ല് സുജൂതൊക്കെ പോകണം കേട്ടോ. അപ്പളേ ഞാൻ പറഞ്ഞതാണ് ഈ കാക്കാനോട് ഇഷ്ടികമ്മ അത് നിൽക്കൂല എന്നുള്ളത്. നീയക്കുട്ടി മദ്രസ ഇട്ട് വന്നപ്പോ ചീനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിനാണ് ഇവിടെ തല്ലുകൊടുന്നത്. ഹലിബ എനിക്ക് മറ്റേത് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ഇവൻ ഹോളോ ബ്രിക്സ് നോക്കി പോകുന്നു.
അങ്ങനെ പിന്നെ അവിടെ ലാസ്റ്റ് വെട്ടൽ വെച്ചിട്ട് ശരിയാക്കാം എന്നുള്ളതായിട്ടോ. ഈ 2 സൈഡിലുള്ള കാല് കുറേ മുന്നുള്ള കാലേനി കേട്ടോ. 2-3 വർഷമായിട്ടുണ്ടാവും ആ കാല്. നമ്മൾ ഷെഡിൽ അതിനെ നേരെ കുഴിച്ചിട്ട് ഒരു കാലേനി കേട്ടോ. പക്ഷെ അത് ഇപ്പോ മഴയൊക്കെ പെയ്തപ്പോ മണ്ണിതായിട്ട് അപ്പുറത്തെ 2 സൈഡിലെ കാലിലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ടുള്ളൂ. എന്നാലും മഴക്കാലൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോവുകയാരം. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം ആണ് പൊന്തിച്ച് വെച്ചു. ഈ വറകെട്ടിയ ഈ മഴക്കാലത്ത് ഞാൻ തൊടൂലല്ലോ. പിന്നെ അത് ഷീറ്റിട്ട് മൂടിയാൽ അവിടെ കിടക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഇനി കേട്ടോ. ഇവിടുത്തെ മണ്ണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതാ. അപ്പോ കാല് പോയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടേനി വറകട്ടീന്റെ മുകളിലുണ്ടല്ലോ ഷീറ്റിട്ടീന്റെ മുകളില് ഞാൻ വലിയ 2 മുട്ടി കണ്ടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വാതിലിന്റെ കട്ടില നല്ല കനല്ല പണ്ടത്തെ വാതിലിന്റെ കട്ടിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ കനം താങ്ങാഞ്ഞിട്ട് ഏറ്റവും പൊളിഞ്ഞാടിയതെന്ന് വിചാരിച്ചിട്ടുണ്ടേനി. അപ്പൊ കുഞ്ഞുട്ടി പറഞ്ഞ് അതല്ല അതിന്റെ ആ കാലിന്റെ അടിയത്തെ മണ്ണൊക്കെ നീങ്ങിയിട്ട് പോയതാണ് കേട്ടോ. ആ കയ്യും കലാക്ഷം കാട്ടി പറഞ്ഞത് എന്താന്ന് വെച്ചാല് വറകട്ടി ഇങ്ങോട്ടാണ് നീങ്ങിക്കണത് പറഞ്ഞപ്പോ ഞാൻ കുഞ്ഞോട്ടോട് പറയുന്നു വറകട്ടി അങ്ങോട്ടാണ് നീങ്ങി പോയിക്കണെന്ന്. ഞങ്ങളിത് ഇങ്ങനെ ജാക്കിയൊക്കെ പൊന്തിച്ച് ലെവലാക്കി വന്നപ്പോ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ ചെരിഞ്ഞൊക്കെ പോയിക്കണ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പൊളിഞ്ഞാടൂലേക്കാരെന്ന് വിചാരിച്ചു. ഈ വറകട്ടി ഇഞ്ചും പൊളിച്ച് നന്നാക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് 2 ദിവസമായിട്ട് തീരെ സമാധാനം ഇല്ലേനി കേട്ടോ. കാരണം ഉമ്മ ഉണ്ടാവുമ്പോ ഉമ്മ അതെല്ലാം ഞാൻ കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടേനി. പക്ഷെ കുഞ്ഞുട്ടി ആകുമ്പോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് തന്നിട്ട് ബാക്കി ഇഞ്ചി വെച്ചോന്ന് പറഞ്ഞിട്ട് മൂപ്പര് എസ്കേപ്പ് ആകും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഞാൻ വെച്ചുണ്ടാക്കണല്ലോ. അതിന്റെ ഇടയിൽ കൂടെ ഈ മഴയും കൂടി പെയ്താ ഈ വറക് നനഞ്ഞ് എന്താവും ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ടേനി കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഞാനിവിടെ റൈസ് കുക്കറിൽ വെച്ച ചോറിന്റെ കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടേനി. ചോറൊക്കെ ആകെ വെന്ത് പായസമായിട്ടുണ്ടേനി. വായിലിട്ടാൽ അലിഞ്ഞു പോകുക എന്നൊക്കെ പറയുന്നിട്ടില്ലേ, ആ ഒരു പരുവത്തിലായി കേട്ടോ. ഞാന് ഇതിന്റെ കാര്യം പറ്റ മറന്നേ ചെയ്തിട്ടുണ്ടേനി. അങ്ങനെ എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാന് കുക്കിങ്ങിന്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കണേ കേട്ടോ. മുളക് പൊടിന്റെ കുപ്പി കഴിഞ്ഞിക്കണേ. മുളക് പൊടിന്റെ കുപ്പി കഴുകാനും വെക്കണേ. ഇപ്പൊ എന്താണാവോ 2 ദിവസമായിട്ട് കുപ്പികൾ കഴുകണ ഒരു ബാധ കയറിയിരിക്കണം. ചില ദിവസം ക്ലീനിങ് ഇങ്ങനെ കയറിയാല് ഒരു ആഴ്ച ക്ലീനിങ്ങിന്റെ പിന്നാലെ തന്നെ കേട്ടോ. കുപ്പിയൊക്കെ ആകെ ഇതായിക്കണം കേട്ടോ. ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കണ്ടോ മുളക് പൊടിയൊക്കെ പിടിച്ചിക്കണത്. ആ വെള്ളം പോലെ ഭാഗം പിടിച്ചിക്കണ എന്താ വെച്ചാല് അതൊക്കെ ജനോ അല്ല നിയമോളും അജുക്കുട്ടനൊക്കെ വല്ല മാങ്ങയോ ചാമ്പക്കൊക്കെ കിട്ടുമ്പോ ഉപ്പിലിരുമാ മടിച്ച് ഇവർ ഈ നനഞ്ഞ സ്പൂണൊക്കെ ഇതിലിടും. അതാണ് കുപ്പിന്റെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഈ കുപ്പികളെ കുറിച്ച് പറയുമോന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കുപ്പിയാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കുപ്പിയും വേറൊരു കുപ്പികളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുപ്പിന്റെ 6 സെറ്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ അടപ്പ് പ്ലാസ്റ്റിക് ആണ്. കുപ്പി ചില്ലുമാണ് കേട്ടോ. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്തോ ഒരു ഇതെന്തോ ആണ്, പക്ഷെ പൊട്ടുന്നതല്ല. പിന്നെ ഇതിന്റെ 6 സെറ്റ് ഉണ്ട്. ഇതും അടപ്പ് മറ്റേ ഒരു ഇരുമ്പാണ്. തുരുമ്പ് പിടിക്കണ ടൈപ്പ് ഒരു സാധനമാണ്. പക്ഷെ എന്റേത് അങ്ങനെ അധികം തുരുമ്പ് പിടിക്കണില്ല. ഞാൻ പൊടികളാണ് ഇട്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈർപ്പം തട്ടുന്ന എന്തെങ്കിലും ഉപ്പ് അതേപോലെ പുളി അങ്ങനത്തെ ഒന്നും ഇട്ടെടുക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു 3 സെറ്റ് ഉണ്ട്. ഇതിന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു 400 ml 300 ml എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള വാഷറൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി സാധനം. ഇത് രണ്ടും ചില്ലാണ് കേട്ടോ. ഗ്ലാസ് ആണ് ഇതിന്റെ അടപ്പും അതേപോലെ കുപ്പിയും ഒക്കെ. ഇത് 3 സെറ്റ് ഉണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കുള്ളൊരു ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടത്. ഇതിൽ ഞാൻ കടുക് ഉലുവ പിന്നെ കുറച്ച് സ്പൈസസ് അങ്ങനത്തെ 3 എണ്ണം ഇട്ട് വെച്ചിരിക്കണത്. ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുക്കാട്ടോ. ഞാനേ ചിക്കന് മസാല വെച്ച് അപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. പിന്നീട് ചിലപ്പോൾ ആ കാര്യം പറയാന് ഞാൻ അങ്ങോട്ട് വിട്ടുപോകും. അപ്പൊ ഞാൻ അതൊന്ന് മസാലയൊക്കെ പൊരിച്ച് വെക്കട്ടെ. കാക്ക ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടേ ഇന്ന് ഉച്ചക്ക് ചിക്കൻ ഫ്രൈ മതി, പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ മതി. ചോറ് പിന്നെ ഞാൻ രാവിലെ തന്നെ വെച്ച് പായസം ഉണ്ടാക്കി വെച്ചിക്കണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണീന്റെ ഇടക്ക് ഒരു 11 മണിയായപ്പോ ആൾക്ക് കോൾ വന്നിട്ടുണ്ടേനി. കുറച്ച് നേരത്തെ പണിയുണ്ട് വായു പറഞ്ഞിട്ടോ. അങ്ങനെ ആള് അതിന് പോയിട്ടുണ്ടേനി. അങ്ങനെ മസാലയൊക്കെ പൊരറ്റി വെച്ചപ്പോ മഴ ചെറുതായിട്ടൊന്ന് മൂടുന്നുണ്ട്. അപ്പൊ ഇന്നലത്തതും ഒക്കെ തോരട്ടതൊക്കെ ഉണ്ടേനി. അപ്പൊ ഉണങ്ങിയതൊക്കെ വേഗം ഇങ്ങോട്ട് എടുത്തൊക്കെ ഇട്ടേ വിചാരിച്ചിട്ട് ഞാൻ മേലെ കയറി പോകുന്നതാണേ. ഇപ്പൊ ഇവിടെ മഴയും വെയിലൊക്കെ രണ്ടാളും ഷെഡ്യൂള് മാറ്റി മറിച്ചും അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഉച്ച വരെ വെയിലേക്കാരം, ഉച്ച കഴിഞ്ഞിട്ട് പെരും മഴയേക്കാരം. ഇന്നിപ്പോ അതന്നെയാണ് അവസ്ഥ തോന്നുന്നത് കേട്ടോ. ഉച്ച ആവണോട് കൂടി ചെറുതായിട്ട് ഇങ്ങനെ മൂടി തുടങ്ങി. നമ്മള് മുളക് പൊടിന്റെ കുപ്പിയും ഒക്കെ ഞാൻ കേകി വെച്ചിക്കണേ. ഇതിന്റെ അടപ്പ് എപ്പോഴൊന്നും കേൾക്കൂല, പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കേൾക്കും. പിന്നെ ഞാൻ വേഗം കേകിയ പെട്ടെന്ന് തന്നെ ഉണക്കി ഈർപ്പൊന്നും ഇല്ലാതെ എടുത്തുവെച്ചാല് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കും. അപ്പൊ ഈ കറി എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ്
പുറത്തിങ്ങനെ ഇറങ്ങി നോക്കിയപ്പോ ആ തൊട്ടപ്പുറത്തത്തെ ചേച്ചി മുരിങ്ങ പറിക്കണ കണ്ട്. അപ്പൊ ചേച്ചി എനിക്കും 2 ഇല്ലേരി പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി എനിക്കുള്ളതും വാങ്ങി പോന്നിക്കണേ. ഈ മുരിങ്ങ ഉരുമ്പോ ഇങ്ങനെ കോതണത് എന്താന്ന് വെച്ചാല് അതില് ചെറിയ ചെള്ള് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ പ്രാണികള് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോ അതൊന്നുമില്ല, കാരണം ഇങ്ങനെ മഴയൊക്കെ പെയ്ത് നല്ലോണം മഴയൊക്കെ കൊള്ളണോണ്ട് പ്രാണികളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ശീലായി പോയില്ലേ, അപ്പൊ അങ്ങനെ ചെയ്തേ പറ്റൂ. ഇവിടെ എനിക്കും കുഞ്ഞുട്ടിക്കൊക്കെ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വരട്ടി ചിക്കൻ പൊരിക്കൊക്കെ ആണെങ്കിൽ താളിപ്പൊക്കെ കൂട്ടി തിന്നാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളുച്ചക്ക് ചോറുണ്ണാൻ എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാണ് കേട്ടോ. ആളെ പണി അങ്ങനെയാണല്ലോ, ആ ഒരു കറണ്ടിന്റെ പണി ആയതുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് പോസ്റ്റ് പൊട്ടിയേ എവിടെയെങ്കിലും കറണ്ട് പോവുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ചിലപ്പോ ഇന്ന് പോലിക്ക് 2ാം ശനി ആയതുകൊണ്ട് ലീവ് ആയ ദിവസമാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ പണി ഉണ്ടാവും. ജനിക്കുട്ടന് താത്താരപ്പം കുളിക്കാൻ വേണ്ടിട്ട് പോവാൻ നിക്കാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊന്നും കുട്ടികളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ടേനി. ചില സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓല് എവിടെയൊക്കെ കേൾക്കാറട്ടോ. ഓല് ചിലപ്പോ വേറെ എന്തെങ്കിലും കളികളിലേക്കാരം. അതുകൊണ്ട് ചിലപ്പോ ഞാൻ ഓലങ്ങനെ ഉൾപ്പെടുത്താനും മറക്കും. ഞാൻ എന്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോകും. രണ്ടടുപ്പും കത്തിച്ചിട്ട് ഒരടുപ്പത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിക്കണ്. ഒരടുപ്പത്ത് താളിപ്പും റെഡി ആയിക്കണ് കേട്ടോ. താളിപ്പ് പിന്നെ നമ്മളെ മലപ്പുറത്തിന്റെ സ്വന്താണല്ലോ. അതുകൊണ്ട് ഇടക്കിടക്ക് താളിപ്പ് നല്ലതാ. ഇല ആയതുകൊണ്ട് അത് ഇടയ്ക്ക് നമ്മൾ താളിപ്പായിട്ടോ ഉപ്പേരിയായിട്ടോ ഒക്കെ കഴിക്കണത് ഏറ്റവും നല്ലതാ. പിന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടുന്നതാണല്ലോ. എൻ്റെ ഒരു കഫിമോളാണ് ആ കയ്യും കൊണ്ട് വന്നത് കേട്ടോ. ഓള് പുതിയ കഴിച്ചേന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ താളിപ്പ് ദാ റെഡി ആയിക്കണ്. ഇനിയിപ്പോ ചിക്കൻ ഫ്രൈയും കൂടി റെഡി ആയാല് നമുക്ക് ചോറ് കഴിക്കാം. ഞാൻ എന്റെ തിരക്കിട്ട പണികളുടെ അടിയിൽ നിന്നൊക്കെ മണ്ടി പോയിട്ട് തുണികളൊക്കെ എടുത്തു വെച്ചപ്പോ ഇതാ നല്ല പോലെ വെയില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്ന് മരുന്നടിച്ചില്ല പുല്ലുകളൊക്കെ അല്ലേ, അവിടെ ഒന്നും ഇപ്പോഴും പുല്ല് വന്നിട്ടില്ല കേട്ടോ. ഉണ്ടായിന പുല്ലൊക്കെ ഉണങ്ങി അവിടെയൊക്കെ ഇപ്പോ മൊട്ടം പറമ്പ് പോലെ ആയിക്കണം കേട്ടോ. അങ്ങനെ ചോറും കറിയൊക്കെ ആയപ്പോ നല്ല വിശപ്പുണ്ടായിനി. അപ്പൊ കുട്ടികൾക്കൊക്കെ ചോറ് അളമ്പി കൊടുത്ത് ഞാനും ചോറ് കഴിക്കണം കേട്ടോ. ജാക്കി ജാനെ കാണാനില്ല. ആള് ഇനിയിപ്പോ ഒരു 4 മണിയൊക്കെ ആവും ചിലപ്പോ പണി കഴിഞ്ഞ് എത്താൻ കേട്ടോ. അപ്പൊ ഞാന് ഫുഡ് കഴിക്കാണ്. ശനിയാഴ്ച ഉച്ച വരെ ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നീട് ഇത് കാണിച്ചിന ക്ലിപ്സ് ഒക്കെ ഞാൻ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം സമയം തരാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിവ് അവേന്റെ വിന്നറെ സെലക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ കറക്റ്റ് 48 മണിക്കൂർ നമ്മൾ കമന്റ് ചെയ്താനുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കമന്റ് നമ്മൾ പിന്നെ പരിഗണിക്കൂല കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് നമ്മളിട്ട വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കിയിട്ടാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കമന്റ് പിക്കർ വെച്ചിട്ടാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരാളെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്തു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കമന്റ് പിക്കർ ഒരാളെ തിരഞ്ഞെടുക്കും. ആ ആള് നമ്മളെല്ലാ റൂൾസും പരിഗണിച്ചിക്കണോന്നൊക്കെ നോക്കിയിട്ട് വിന്നറെ ഞാൻ സെറ്റാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ദാ റാബിയ അബു എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് കമന്റ് പിക്കർ ആദ്യം കാണിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് നമുക്ക് ആളെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഒരാളെ സെലക്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കമന്റ് ചെയ്യാൻ പറഞ്ഞ 5 വീഡിയോയിൽ 3 കമന്റ് വീതമാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. 3ൽ കൂടുതലായ കുഴപ്പമില്ല, ഞാൻ 3 കമന്റേ നോക്കണുള്ളൂ. ഓരോ വീഡിയോയിലും ഈ പറഞ്ഞ 5 വീഡിയോയിൽ 3 കമന്റ് വീതം എഴുതിക്കണമെന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ വിന്നറെ സെറ്റാക്കണത് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ബാക്ക് അടിച്ച് പോണത് എങ്ങട്ടാ വെച്ചാല് ആളെ പേര് ID കറക്റ്റ് ഒന്നും കൂടി നോക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ നമ്മള് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ണു പിഴ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ റാബിയാബുവിന്റെ കമന്റ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ ഒരു കമന്റ് കിട്ടി. ഒരു വീഡിയോയില് ലാസ്റ്റത്തെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് തെരയുന്നത്. ഒരു കമന്റ് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കമന്റ് തപ്പി ഇങ്ങനെ പോയി നോക്കാം. അപ്പം ഇതാക്കണേ അതല്ല. എവിടെ റാബിയാബു? അതാ രണ്ടാമത്തെ കമന്റ് കിട്ടിട്ടോ. ഇനി ഒരു കമന്റ് കൂടി നമുക്ക് വേണം. ഒരു വീഡിയോയിൽ 3 കമന്റ് ചെറിയ 3 കമന്റ് അയക്കണം കേട്ടോ. ചെറിയ ഇമോജി പിന്നെ സൂപ്പർ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ വേർഡുകൾ പറ്റൂല. 3 കമന്റ്സ് ഞാൻ നോക്കണുള്ളൂ കേട്ടോ. ഒരു വീഡിയോയിൽ 3 കമന്റേ നോക്കണുള്ളൂ. അതിൽ കൂടുതൽ എഴുതിയത് ഞാൻ നോക്കണില്ല കേട്ടോ. കാരണം 3 കമന്റ് എങ്കിലും വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോന്റെ ഇത് പോയോക്കട്ടെ. രണ്ടാമത്തെ വീഡിയോന്റെ പോയോക്കാം.
ഞാൻ കമന്റ് പിക്കർ വഴി തന്നെ വിന്നറെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചത് എന്താ വെച്ചാല് അത് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് അടക്കം എടുത്ത് കാണിച്ചു തരാലോ. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തു എന്നുള്ള ആ ഒരു പരാതി ഒന്നും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എങ്ങനെയും റെക്കോർഡ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലാണ് തപ്പിക്കൊണ്ട് നിൽക്കുന്നത്. കമന്റ് റാബിയ അബു, റാബിയ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്കിങ്ങനെ തപ്പി നോക്കാം. കമന്റ് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിരിക്കണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയൊന്നും കമന്റ് പ്രതീക്ഷിച്ചതല്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ അധികം കമന്റ്സ് ഒന്നും വരലില്ലല്ലോ. അപ്പൊ എന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു അധികം കമന്റ്സ് ഒന്നും വരലുണ്ടാവില്ല, ആരും മെയിൻ ആക്കലുണ്ടാവില്ല ഇങ്ങനെ ഒരു ഗിവ് അവേ എന്ന് വെച്ചത്. പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ കമന്റ് എഴുതി തകർക്കൽ കണ്ടപ്പോ, കഷ്ടപ്പെട്ട് കമന്റ് ചെയ്തത് കണ്ടപ്പോ എനിക്ക് തന്നെ ഭയങ്കര ഇടങ്ങേറായിട്ടുണ്ടേനി കേട്ടോ. ഇങ്ങനെ ഒരു റൂള് വെക്കേണ്ടില്ലേനി എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു റൂള് ഞാൻ വെച്ചത് എന്താ വെച്ചാല് ചിലപ്പോ സ്ഥിരം കമന്റ് എഴുതണോല് ഗിവ് അവേയില് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പൊ പിന്നെ ഓൽക്ക് കമന്റ് ചെയ്താൽ ആ ഒരു അവസരം നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗിവ് അവേയില് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരോട് 3 കമന്റും ബാക്കിയുള്ളവർക്ക് സാധാ പോലെ കമന്റ് എഴുതാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചത് കേട്ടോ. ഞാൻ രണ്ടാമത് നോക്കിയ വീഡിയോയിൽ ആള് 2 കമന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ആള് ഞാൻ എഴുതാൻ വിട്ടുപോയതാ എന്താന്ന് അറിയില്ല. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ ഒന്ന് പോയി നോക്കിയിട്ട് ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, കറക്റ്റ് എഴുതിക്കണോ, ഒരവസരം നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് 2 കമന്റ് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാനിതാ വീണ്ടും വേറൊരാളെ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, ചെക്ക് ചെയ്യണേ എന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഐ എം സോറി റാബിയാബു. അടുത്ത ആളെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാട്ടോ. എന്തായാലും കമന്റ് ചെയ്തതിൽ സന്തോഷമുണ്ടടാ. പിന്നീട് ഒരിക്കൽ എന്തായാലും ഗിവ് അവേയില് പരിഗണിക്കാട്ടോ. അപ്പൊ അടുത്ത ആളെ ഞാൻ വീണ്ടും നമ്മള് പഴയ പോലെ തന്നെ കമന്റ് പിക്കറിൽ തന്നെ വന്നിട്ട് സെലക്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ്. കാരണം ഈ സെറ്റ് ചെയ്യണതൊക്കെ ഒന്നും എനിക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ശരിക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട്. രണ്ടാമത് എനിക്ക് കിട്ടിയത് ഷെബീല എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ആണ് കേട്ടോ. പക്ഷെ ആള് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ആള് കമന്റ് ഇട്ടിക്കണ്, ഇമോജി കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേനോ. അപ്പൊ ആളിതേപോലെ ഡെയിലി കുറേ കാലങ്ങളായിട്ട് നമ്മൾ കമന്റ് ഇടുന്ന ആളാണ്. പക്ഷെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആൾക്ക് താല്പര്യമില്ല. എന്തായാലും വീഡിയോ കണ്ട് കമന്റ് ചെയ്തതിന് ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്തതിനാടാ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആളെയും പരിഗണിക്കാൻ പറ്റൂല. ഞാൻ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് പരതി കേട്ടോ. ഞാൻ നല്ലപോലെ നോക്കിയിട്ടാണ് ഓരോ വീഡിയോ ഞാൻ നല്ലപോലെ നോക്കിയിട്ടാണ്. പക്ഷെ ഒരു വീഡിയോയിൽ നമുക്ക് 3 കമന്റ് ഇല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഒരാളെ വീണ്ടും തെരഞ്ഞെടുത്തിക്കണം കേട്ടോ. ഇത്തവണ കിട്ടിയത് റൈഹാന എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. ഹായ് മുത്തീസ്, സുഖാണോ? മുത്തു പറഞ്ഞ് ശരിയാ കളക്ടർ അവധി. അത് നമ്മൾ ജസ്റ്റ് കമന്റ് അവിടെ കാണിക്കും. ലാസ്റ്റ് നമ്മൾ ആ കൊടുത്ത വീഡിയോയിലുള്ള ഒരു കമന്റ് ഒലിങ്ങനെ കാണിച്ചു തരും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു കേട്ടോ. ഞാൻ കാണിക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണ ബാക്ക് ചെയ്ത് പോകുന്നാൽ ചിലപ്പോൾ നമുക്ക് ആ കമന്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ചെന്ന് നമ്മൾ വീണ്ടും വേറെ ആളെ സെലക്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. ഇനി ഓരോ വീഡിയോയിലും ഈ പറഞ്ഞ ആള്, അതായത് റൈഹാന എന്ന് പറഞ്ഞിട്ടുള്ള ആള് 3 കമന്റെങ്കിലും എഴുതിക്കണോ എന്ന് നോക്കണം. കുറച്ച് നല്ല റിസ്കി ടാസ്ക് കേട്ടോ. എനിക്ക് എന്താ പറഞ്ഞ കമന്റ് വെച്ചപ്പോ എനിക്കത് വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം നിങ്ങളാണല്ലോ കമന്റ് ചെയ്തത്. എനിക്ക് ഇങ്ങനെ 3 കമന്റ് ചെയ്തോ എന്ന് പറഞ്ഞതുള്ളതുകൊണ്ട് പറഞ്ഞു പോയാൽ മതിയല്ലോ. പക്ഷേ ഇത് വിന്നറെ സെലക്ട് ചെയ്യുന്ന സമയത്തെ ഓരോ വീഡിയോയിലും ഞാൻ പോയി പരതണം 3 കമന്റ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇടയ്ക്ക് ഞാൻ ബാക്ക് അടിച്ചിങ്ങനെ പോയി നോക്കണത് എന്താ വെച്ചാല് അതിലുള്ള ആളെന്നല്ലേ ഇത് എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബാക്ക് അടിച്ച് വീണ്ടും ഇങ്ങനെ പോയി നോക്കണത്. അതുകൊണ്ടാണ് ആളെന്നെയാണോ പേരും ഒന്നും മാറിപ്പോരുത്. ഒരു റോസാപ്പൂവാണ്. പക്ഷെ എന്നാലും അതേപോലത്തെ കളറുള്ള റോസാപ്പൂ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ പ്രൊഫൈൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ നോക്കി കറക്റ്റ് ഞാൻ എല്ലാ 5 വീഡിയോയും ഞാൻ നല്ലപോലെ സെർച്ച് ചെയ്തിട്ടുണ്ട്. 3 കമന്റേ ഞാൻ അതിന് നോക്കിയിട്ടുള്ളൂ. 3ൽ കൂടുതൽ കമന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3 കമന്റെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ പിന്നെ കുറച്ച് ഇമോജി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല എന്നൊക്കെ ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട്. നല്ല കഷ്ടപ്പാട് വെച്ച പണി. ഇനി കുറച്ച് ഞാൻ ഇവിടെ നിന്ന് സ്പീഡ് കൂട്ടിക്കണേ. കാരണം നിങ്ങൾക്കും തന്നെ ഇങ്ങനെ കണ്ട് ബോറടിക്കും. അത് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയത് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ എല്ലാ കമന്റും പോയിട്ട് നോക്കിയിട്ടുണ്ടേനും. ഞാൻ ഫസ്റ്റ് 1-2 വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരും മെനക്കെട്ട് കമന്റ് ചെയ്ത് കാണുമ്പോൾ എനിക്കും തന്നെ സങ്കടം കേട്ടോ. അങ്ങനെ ഒരു റൂള് വെക്കേണ്ടിയില്ല. ജസ്റ്റ് ആരെങ്കിലും ഒരാളെ കണ്ട് തെരഞ്ഞെടുത്ത് കാണാൻ അങ്ങനെ കൊടുത്താൽ മതിയേനെ എന്നുള്ളത്.
പക്ഷെ ഞാനിങ്ങനെ ഒരു കാര്യം ഫസ്റ്റ് ടൈം ചെയ്യണതുകൊണ്ടും എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റൂള് വെച്ചത്. ഇനി ഇൻഷാ അള്ളാ ഗിവ് അവേ വെക്കുമ്പോൾ ഇങ്ങനത്തെ റൂളൊന്നും കടികെട്ടി റൂളൊന്നും ഞാൻ വെക്കൂല. പക്ഷെ പകരം ഞാൻ എന്താ ചെയ്യാന്നുള്ളത് എന്തായാലും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ട്ടോ. ഞാനുണ്ടല്ലോ എനിക്കിങ്ങനെ എപ്പോഴും കമന്റ് ഇടുന്ന ചില ആളുകളൊക്കെ ആ പ്രൊഫൈല് കാണുമ്പോൾ ചിലപ്പോൾ ഒരു പേരൊന്നും ഞാൻ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും ആ പ്രൊഫൈല് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ട്ടോ. കാരണം ഞാൻ എല്ലാ കമന്റ്സും നിങ്ങൾക്ക് തന്നെ ചിലർക്കൊക്കെ അറിയുണ്ടാവും, ഞാൻ എല്ലാ കമന്റിനും ഒരു റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും തരുന്ന ആളാണ്. കമന്റ്സ് എപ്പോഴും നോക്കുന്ന ആളാണ്. അപ്പം ഞാൻ 5 കമന്റും പോയി നോക്കി. അപ്പൊ ആള് എല്ലാ വീഡിയോയിലും 3 കമന്റ് വീതം എഴുതി. അപ്പൊ മാഷാ അല്ലാഹ് ഞാൻ ഈ റെയ്ഹാന എന്ന് പറഞ്ഞ ആളെ ഫസ്റ്റ് നമ്മളെ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്യാണ് കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ചിലർക്കൊക്കെ എന്നോട് ഇപ്പൊ ഒരു ദേഷ്യവും ഒരു സങ്കടവും ഒക്കെ തോന്നുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഇത്രയും ദിവസം കമന്റ് ചെയ്ത് കാത്തു നിന്നിട്ട് ഒരവസരം കിട്ടിയില്ലല്ലോ എന്ന് ഉള്ളത്. സാരല്ല, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ അയച്ചു തരാന്. ഇൻഷാ അല്ലാഹ് വീണ്ടും എനിക്കിതുപോലെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗിവ് അവേ ചെയ്യണതാണ്. അന്ന് ഇതേപോലുള്ള റൂൾസ് ഒന്നും വെച്ചിട്ടുള്ള ഒരു ഗിവ് അവേ ഇനി ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾക്കും തന്നെ നല്ല നിങ്ങളെയും ബുദ്ധിമുട്ടാക്കുകയാണ് ഞാൻ. ഇനി ഞാൻ ചെയ്യാന്ന് വെച്ചാൽ കമന്റ് എഴുതണ പോലെ നോക്കിയിട്ടാണ് അതിനുള്ളൂ കേട്ടോ ഞാൻ സെലക്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളെ ഗിവ് അവേന്റെ പാത്രം. കമന്റ് എഴുതണോലിന്ന് അല്ലെങ്കിൽ ടോപ്പ് കമന്റർ ആയിട്ടുള്ള ഒരാളെ, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് എഴുതണ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും കമന്റ്സ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ ആരൊക്കെയാണ് കമന്റ് എഴുതണമെന്നുള്ള ആ പ്രൊഫൈല് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ചിലരൊന്നും കമന്റ്സ് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന ആളെ കമന്റ് കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കമന്റ് എഴുതണോലിന്ന് നോക്കിയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുമ്പോഴുള്ള ഗിവ് അവേ ഒക്കെ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ചിലരൊക്കെ പറയലുണ്ട് വീഡിയോ കാണലുണ്ട് കമന്റ് എഴുതലില്ല. നിങ്ങൾ എപ്പോഴും വീഡിയോ കാണലും കമന്റ് ചെയ്യലില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ. കാരണം വ്യൂവിൽ നിന്ന് ഇന്ന ഐ ഡിയിൽ നിന്നാണ് ആൾ കണ്ടത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റൂല, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇത്ര വ്യൂ വന്നു എന്നുള്ളതേ അറിയുള്ളൂ നമുക്കൊരു വീഡിയോ ഒക്കെ. അപ്പോൾ കമന്റ് എഴുതുമ്പോൾ ഇന്ന ഐ ഡിയിൽ നിന്നാണ് കമന്റ് വന്നത്, അപ്പം ഇന്ന ആളാണ് വീഡിയോ കാണുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടുമല്ലോ. അപ്പം എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജിയെങ്കിലും സമയമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജിയെങ്കിലും കമൻ്റായിട്ട് എഴുതുക. ഇതാണ് പാത്രം. ഈ പാത്രം ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ സ്വാലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ കൂപ്പൺ കോഡായ ബുഷ്ര 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% നമ്മളെ പേരിൽ ഡിസ്കൗണ്ടും കിട്ടും. ഈ പാത്രം എന്നല്ല, നിങ്ങൾ കുക്ക് വെയർ ഐറ്റംസ് എന്ത് വാങ്ങുകയാണെങ്കിലും നമ്മളെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കിട്ടും. നമ്മളെ കൂപ്പൺ കോഡ് സെയിൽ നടന്നാൽ നമുക്ക് ഇനിയും പാത്രങ്ങൾ കിട്ടും. ഇൻഷാ അല്ലാഹ് ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇതേപോലെ പരിഗണിക്കും. ഇനി എന്ന് ഗിവ് അവേ ചെയ്യും എന്നൊന്നും എന്നോട് ആരും കമൻറ്റിൽ വന്ന് ചോദിക്കരുത്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും എനിക്ക് ഇതേപോലെ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ പരിഗണിക്കും. കാരണം ഇതൊന്നും ഇല്ലാത്തൊരു മുത്തൂസ് ലൈഫ് ഉണ്ടായിരുന്നു. 2 വക്ക് പൊട്ടിയതും നിളങ്ങിയതായിട്ടുള്ള 2 ചട്ടിയും ഒരു കുഞ്ഞു വീടുമായിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മുത്തൂസ് ലൈഫ് സ്റ്റൈല്. അന്ന് നിങ്ങൾ ഇനി ഏറ്റെടുത്ത ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ വട്ടങ്ങളൊക്കെ ഞാൻ പരിഗണിക്കും. അന്ന് മുതൽ ഇന്നേ വരെ നമ്മൾ വീഡിയോക്ക് കമൻറ്റ് ഇടുന്ന പോലെയൊക്കെ എനിക്ക് മറക്കാതെ അറിയാം. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റും പോലെയൊക്കെ പരിഗണിക്കാട്ടോ. അപ്പോൾ ആരും എന്നോട് ദേഷ്യപ്പെട്ടൊന്നും പോവണ്ട. പിന്നെ വിന്നറായ ആൾ എന്നെ ഒന്ന് വന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിക്കണേ. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൻ്റെ ID ഞാൻ കൊടുത്തിക്കണേ. അതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ട് മെസ്സേജ് ചെയ്യുക. ഒരു 2 ദിവസത്തെ സമയം തരാം, അതിൻ്റെ ഉള്ളിൽ വന്ന് എന്നെ കോൺടാക്ട് ചെയ്യണേ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും പിന്നെ വേറൊരു വിന്നറെ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പൊ ആരും വിഷമിക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അവസരം വരും കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.